ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു Ashbicreations. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ മെറ്റീരിയലിലേക്കൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ മാർക്ക് ചെയ്യുന്ന വി ഷേപ്പിലുള്ള ഭാഗം ഒരു 1 ഇഞ്ചിലും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു 2 ഇഞ്ചിലും ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പാറ്റേണൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു വി ഷേപ്പിലാണ് നമ്മുടെ ആ ഒരു യോക്കിൻ്റെ ഭാഗത്തേക്കുള്ള ഡിസൈൻ വരുന്നത്. ഏകദേശം ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിലാണ് നെക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വേണം നമ്മൾ ഈ ഒരു വി ഷേപ്പിൽ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു വി ഷേപ്പിലുള്ള ആ ഒരു ചെറിയ ബോക്സ് എന്ന് പറയുന്നത് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഒരു 2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടോ. അപ്പോൾ ഇതേപോലെയാണ് പാറ്റേൺ വന്നിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതൊരു ബക്കറ്റ് ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പല്ല, ബക്കറ്റ് ഷേപ്പിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് താഴേക്ക് യോക്കിൻ്റെ ലെങ്തിലേക്ക്, അതായത് 14 ലെങ്തിലേക്ക് ഒരു വി ഷേപ്പിലൊരു ലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനെ ഒരു 1 ഇഞ്ചായിട്ട് വീണ്ടും ഒരു ലൈൻ പോലെ വരച്ചിട്ട് ഒരു കറക്റ്റ് വി ഷേപ്പിലാക്കി നമ്മൾ എടുക്കുക. അതിനുശേഷം തൊട്ടിപ്പുറത്തേക്ക് നീക്കിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, അതായത് ഒരു നീളത്തിൽ കുറച്ച് വിട്ട് ലൈൻസ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, ആ ഒരു ഭാഗം കേട്ടോ. അതൊരു 2 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ബീഡ്സ് സ്പ്രെഡിങ് ആണ് വരുന്നത്. ആ വി ഷേപ്പിൻ്റെ അകത്ത് വരുന്നത് നന്നായിട്ട് ബീഡ്സ് തിക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്നും, ഈ ഒരു ബീഡ്സാണ് കേട്ടോ അതിന് വേണ്ടത്. ഷുഗർ ബീഡ്സാണ്. അതേപോലെ സീക്വൻസും എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളറിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചല്ലോ, 1 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു, 2 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം നമുക്ക് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് തിക്കായിട്ട് ചെയ്ത് കൊടുക്കാവേ. അപ്പം ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. നോർമൽ ത്രെഡാണ്, നോർമൽ മെഷീൻ ത്രെഡാണ്. നീഡിൽ നമ്പർ 12 ആണ്. നീഡിൽ നമ്പർ 12ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഡ്സ് വർക്കിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന നീഡിലാണ് കേട്ടോ. അപ്പം നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഈ ഒരു നീഡിൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ നീഡിൽ നമ്പർ 12 തന്നെ ചോദിച്ച് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക, ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട്. ത്രെഡ് വർക്കിനൊക്കെ ആകുമ്പോൾ നീഡിൽ നമ്പർ സൈസുണ്ട്. ഫ്രഞ്ച് നോട്ടിന് നീഡിൽ നമ്പർ 1, ബുള്ളിയൻ സ്റ്റിച്ച് നമുക്കത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ റിംഗ് നോട്ടിന് നീഡിൽ നമ്പർ 8 ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ സ്റ്റിച്ചസിനും നമുക്ക് ഓരോ നീഡിൽ നമ്പറുണ്ട്. അപ്പം ഞാൻ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മളിത് ബീഡ് വർക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നീഡിലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും സൈസുകൾ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ആ ഒരു വി ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒത്തിരി അങ്ങ് അടുപ്പിച്ചടുപ്പിച്ചു വേണ്ട, അത്യാവശ്യം ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനകത്തുകൂടി ആ നീല കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് കാണണം, നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ കളറൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്തെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ വേണ്ടി വരും നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഓരോരുത്തരുടെ സമയം അനുസരിച്ചിട്ടായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം സമയം അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് താമസം കൂടെ വരും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 1-2 ദിവസം കൊണ്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരാണെങ്കിൽ, അതായത് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 2 ദിവസം അങ്ങനെ ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് നമ്മുടെ ഈ ഒരു കുഞ്ഞു ബീഡ്സുകൾ ആ ഒരു വി ഷേപ്പിൽ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് ലോക്ക് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ലോക്ക് ഇടേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഈ ഒരു മെറ്റീരിയലൊക്കെ മാറ്റുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബീഡ്സുകളൊന്നും ലൂസായി പോകരുത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ലോക്ക് ഇടാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്ത് കുറച്ച് വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ലോക്ക് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനിയിപ്പോൾ ആ ഒരു 1 ഇഞ്ച് ഭാഗത്ത് ഇതേപോലെ തിക്കായിട്ടും ചെയ്ത് കൊടുക്കുക. ആ 2 ഇഞ്ച് ഭാഗത്ത് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ അവിടെ ആ ഒരു ബീഡ്സ് ആണെങ്കിൽ അതിനുശേഷം ഒരു സീക്വൻസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മളിങ്ങോട്ട് നീക്കി ഒരു ബീഡ് ഫിക്സ് ചെയ്തു, വീണ്ടും ഒരു സീക്വൻസ് ചെയ്തു. അങ്ങനെ ആ ഒരു കോളം, ആ ഒരു 2 ഇഞ്ചിൻ്റെ കോളം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഈസിയാണ്. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ അടുപ്പിച്ചല്ലല്ലോ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ സ്ലീവിലും ഇതേപോലെ വർക്ക് കൊടുക്കാം. ഈ സ്ലീവിൻ്റെ ബോർഡറിൽ വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കുഞ്ഞു ബീഡ്സ് തിക്കായിട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഈ രണ്ടെണ്ണം ഒരേപോലെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മോഡലുകളെല്ലാം കാണിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിച്ച് തന്നിരിക്കുന്നത്. അപ്പം ഇനി നിങ്ങളുടെ കയ്യിലാണ്. എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നല്ലൊരു ഡിസൈനർ ആവാനായിട്ട് ശ്രമിക്കുക. വർക്കുകളൊക്കെ ഒരുപാട് കിട്ടും നമ്മൾ വർക്കുകൾ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ടോ വരുന്നത്. ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്